ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ വിത്ത് AK. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സേമിയ കസ്റ്റർഡ് പുഡിംഗ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുക. സേമിയയുടെ നീളം കുറച്ച് വലുതായിരിക്കണം. നമ്മൾ സേമിയ പായസം വയ്ക്കുന്ന രീതിയിലേക്കല്ല, കുറച്ചും കൂടി ഒരു വലിയ രീതിയിലായിരിക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. സേമിയ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റർഡ് ഒന്ന് കലക്കിയെടുക്കാം. അതിനകത്തേക്ക് ഒരു ബൗൾ എടുക്കുക. 2 സ്പൂൺ കസ്റ്റർഡ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. സമയം കൊണ്ട് സേമിയ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. തീയൊന്ന് കുറച്ചതിന് ശേഷം കസ്റ്റർഡിൻ്റെ ആ മിക്സും കൂടി ചേർത്തിട്ട് കട്ടയില്ലാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് തീ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഈ സേമിയയുടെ മിക്സിനെ നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, അല്ലാതെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആദ്യം സേമിയത്തിൻ്റെ ആ ലെയർ ഇടുക. എന്നിട്ട് പഴം, ആപ്പിൾ, പിന്നെ അനാറും കൂടി ചേർക്കുക. നിങ്ങൾക്ക് പിന്നെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയറും സെറ്റ് ചെയ്തെടുക്കണം. ലാസ്റ്റായിട്ട് കുറച്ച് ബദാമും അനാറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കസ്റ്റർഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.